ഹലോ ഗൈസ്, അപ്പോൾ ട്രിപ്പ് ആൻഡ് എപ്പിക് വിത്ത് ശരത്തിന്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മുടെ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മറൈൻ ഡ്രൈവിലെ കാഴ്ചകളാണ് കാണാനായിട്ട് പോകുന്നത്. ഗെയ്സ്, അപ്പം ഇന്ന് ഞങ്ങൾ എറണാകുളം മറൈൻ ഡ്രൈവിൽ ചെറിയൊരു ഔട്ടിങ്ങിനായിട്ട് വന്നതാണ്. മുന്നേ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഗെയ്സ് വീണ്ടും ഇവിടെ വരാനായിട്ട് പ്രേരിപ്പിക്കുന്ന എന്തോ ഒരു മാജിക് ഉണ്ട് ഈ മറൈൻ ഡ്രൈവിന്. ശരിക്കും പറഞ്ഞാൽ എന്ന് വന്നാലും ഇതുപോലെ തന്നെ ഒരുപാട് തിരക്കായിരിക്കും ഇവിടെ. ഒരുപാട് സ്കൂൾ സ്റ്റുഡൻസ് ഉണ്ട് ടൂർ വരുന്നത്, അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് വരുന്നവർ, പല ജില്ലകളിൽ നിന്നും ആൾക്കാർ ഇവിടെ ഒരുപാട് പേര് വരാറുണ്ട് വിസിറ്റ് ചെയ്യാനായി. പല സ്റ്റേറ്റുകളിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നപ്പോഴും ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങളൊരു സൺഡേ ആണ് വന്ന ഈവനിങ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റഷ് ആയിട്ടുണ്ട് ഇവിടെ. നിങ്ങൾ ഫാമിലി ആയിട്ടാണ് ഇവിടെ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട് ഗൈസ്. ഇതിനോട് ചേർന്ന് തന്നെ സുഭാഷ് പാർക്ക് ഉണ്ട്. അവിടെ വലിയൊരു സ്പേസ് ഉണ്ട്, വലിയൊരു പ്ലേ ഏരിയ ഉണ്ട് അവിടെ. അതുപോലെ തന്നെ പല വെറൈറ്റി ഫുഡുകൾ നമുക്ക് ഈ മറൈൻ ഡ്രൈവിൽ കിട്ടും. നമുക്ക് ഈ ഉപ്പിലിട്ട ഫുഡുകൾ, അതുപോലെ പല ഡ്രിങ്ക്സുകൾ, കുലുക്കി സർബത്ത്, പല ഡിഫറെൻറ്റ് ഫ്ലേവറുള്ള കുലുക്കി സർബത്തുകളും ഒക്കെ ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ബോട്ടിംഗ് ഫെസിലിറ്റി ഉണ്ട്. നിങ്ങൾ 100-150 രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈവനിങ്ങിൽ ഒരു ബോട്ടിംഗ് നടത്താൻ പറ്റും. ഞങ്ങളിവിടെ എത്തിയപ്പോൾ അത്യാവശ്യം ചെറിയൊരു ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ചെറിയൊരു ദാഹമുണ്ട്. അതുമല്ല നമ്മൾ ചുറ്റും നോക്കുമ്പോൾ വെറൈറ്റി കുലുക്കി സർബത്തൊക്കെ കൊടുക്കുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട്. അതുകൂടെ കണ്ടപ്പോഴേക്ക് നമ്മുടെ ദാഹം ഒന്ന് ഇരട്ടിയായിട്ടുണ്ട്. ഞങ്ങളേതായാലും അവിടെ കണ്ട ഒരു ചെറിയ ഷോപ്പിലേക്ക് കയറി ഇവിടുന്ന് ചെറിയൊരു കുലുക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ബംഗാളി ബായി ആണ് കേട്ടോ ഇവിടെ കുലുക്കിയൊക്കെ അടിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്, ബൂസ്റ്റ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കുലുക്കി. അപ്പോൾ സംഭവം ഒന്ന് കുടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഇതുവരെ നമ്മളത് കഴിച്ചിട്ടില്ല. അങ്ങനെ നമ്മുടെ ബൂസ്റ്റ് മിക്സ് ചെയ്ത കുലുക്കി റെഡി ആയിട്ടുണ്ട്. നല്ല ഇടിവെട്ട് സാധനമാണ് കേട്ടോ, വെറൈറ്റി ഒരു ടേസ്റ്റാണ്. നമ്മളിതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു തരം ടേസ്റ്റാണ്. സംഭവം കൊള്ളാം, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളിപ്പോൾ ഈ കുടിച്ച കുലുക്കിയുടെ ആ ടേസ്റ്റ് നമുക്ക് നാവിൽ നിന്ന് പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ വേറൊരു ഫ്ലേവറൂടെ ചേർത്തൊരു കുലുക്കിയൂടെ അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ട് തരിപ്പ് കയറിയ നമ്മുടെ വായു ഉണ്ടല്ലോ, ഒന്ന് കളറാക്കാൻ വേണ്ടി വായുവിൽ ചുറ്റിക്കറക്കി കുലുക്കി ഒന്ന് അടിക്കാൻ നോക്കിയതാണ്. പക്ഷേ സംഭവം പാടി കയ്യിൽ നിന്ന് താഴെ പോയിട്ടുണ്ട് ഗൈസ്. എന്തായാലും പറ്റി. ഭായിയുടെ മുഖത്ത് തേഞ്ഞ ഒരു ഫീലുണ്ടെങ്കിലും പുള്ളി ആ കുലുക്കി മാറ്റി വെച്ചിട്ട് വേറൊരു കുലുക്കി നമുക്ക് ഫ്രഷായിട്ട് അടിച്ചു തന്നു. അങ്ങനെ നമ്മളിപ്രാവശ്യം സെലക്ട് ചെയ്ത ഫാഷൻ ഫ്രൂട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു കുലുക്കിയാണ് കേട്ടോ ഗൈസ്. നമ്മളിത് കുടിച്ചു നോക്കിയപ്പോൾ അന്യായ ടേസ്റ്റാണ് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ കുലുക്കിയും കുടിച്ച് വയറും കുലുക്കി നേരെ പാർക്ക് വേയിലോട്ട് അങ്ങ് നടന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വെറുതെ വന്നിരിക്കാൻ തന്നെ ഒരു സുഖമാണ് ഗൈസ്. എറണാകുളത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ് കേട്ടോ ഇത്. ഇവിടെ എടുത്തു പറയാൻ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട്. ഇവിടെ എവിടെ പോയാലും കാക്ക മൊത്തത്തിൽ കൊട്ടേഷൻ എടുത്ത് കാഷ്ടിച്ചിട്ടിരിക്കുകയാണ്. കാക്കയുടെ അപ്പി കാരണം നമുക്ക് ഇവിടെ നിന്ന് ഇരിക്കാനും പറ്റില്ല, ഇവിടെ നിന്ന് കഴിക്കാനും പറ്റാത്ത അവസ്ഥയാണ്. എവിടെ നോക്കിയാലും ഇവിടെ വെള്ള പാടുകളാണ്. മൊത്തം കാക്ക വൃത്തികേടാക്കിയിട്ടിരിക്കുകയാണ് ഇവിടെ. എത്തൂല്ലേ എന്ന് പറ്റിയേ? കുരുവി പോയോ? എന്തൊക്കെ പറഞ്ഞാലും ഇഷമോള് ഇവിടെ ഹാപ്പിയാണ് കേട്ടോ. അവൾക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഓടിക്കളിക്കാനായിട്ട്. ഇഷമോള് നമ്മുടെ കിളിയെ പിടിക്കാൻ ഓടുവാണ് കേട്ടോ. എന്തായി? അതുപോലെ തന്നെ ഗെയ്സ്, ഈ കാണുന്നതാണ് ഇവിടുത്തെ വാട്ടർ മെട്രോ സ്റ്റേഷൻ, ഹൈക്കോർട്ട് മെട്രോ സ്റ്റേഷൻ.
ഇവിടെ നിന്ന് നമുക്ക് കാക്കനാട്, വൈറ്റില, ചിറ്റൂര്, ഏലൂര്, ഫോർട്ട് കൊച്ചി അങ്ങനെ ഒരുപാട് ഭാഗത്തേക്ക് നമുക്ക് ബോട്ടിൽ യാത്ര ചെയ്യാൻ പറ്റും. 20 രൂപ മുതൽ 40 രൂപയാണ് കേട്ടോ പരമാവധി ചാർജ് ഇവിടെ ഈടാക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഒരുപാട് ചേട്ടന്മാർ വള്ളത്തിൽ മീൻ പിടിച്ചിട്ട് വരുന്നുണ്ട്. വള്ളം ഇവിടെ കെട്ടിയിട്ട് കഴിഞ്ഞാലും ഓളം തല്ലി ചിലപ്പോൾ വള്ളം ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. അതുപോലെ വള്ളം ഒഴുകി പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരിവിടെ നങ്കൂരം ഇടില്ല. നമ്മൾ ഈ ചെറിയ ബോട്ടിനൊക്കെ നങ്കൂരം ഇടുന്ന പോലെ ഈ വള്ളത്തിലും അവർ ചെറിയൊരു നങ്കൂരം സെറ്റപ്പ് ചെയ്ത് അത് താഴേക്ക് ഇട്ടിട്ടാണ് കേട്ടോ ഇവിടെ ഇവർ ഇട്ടിട്ട് പോകുന്നത്. ഗൈസ്, ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഉണ്ടല്ലോ, ഞങ്ങൾ ചെറിയൊരു സെലിബ്രിറ്റിയെ കണ്ടു കേട്ടോ. ഇതാണ് ആൻ്റപ്പേട്ടൻ. കുറേ സിനിമകളിൽ കുഞ്ഞു കുഞ്ഞു റോളുകളൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാമറ ആയിട്ട് വരുന്ന കണ്ടപ്പോൾ പുള്ളിക്ക് ഒരു ആഗ്രഹം, ഒരു പാട്ടൊക്കെ പാടണം. അപ്പോൾ നമുക്ക് നമ്മുടെ ആൻ്റപ്പേട്ടൻ്റെ പാട്ടൊക്കെ ഒന്ന് കേട്ട് നോക്കാം. വഞ്ചിയിൽ വെച്ചൊരു മായക്കാരൻ മകസിയായി തീർന്നു, അന്ന് തൊണ്ടനും മനസ്സിനുള്ളിൽ അഷ്ടമി കേളി തുടങ്ങി, അഷ്ടമി കേളി തുടങ്ങി. നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു, ചാരക്കാരന്റെ പീലി കണ്ണിൽ നീലപ്പൂവമ്പ് കൊണ്ടു. ഫുള്ള് പോസിറ്റീവ് ആയിട്ടുള്ളൊരു മനുഷ്യൻ, അടിപൊളി വൈബാണ്. അതുപോലെ ഗൈസ്, ഈ വാഗ്വേയിൽ 2 or 3 ഇതുപോലത്തെ ചെറിയ ചെറിയ ബ്രിഡ്ജുകളുണ്ട്. ഈ ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്ന ചീനവലയുടെ ആകൃതിയിലാണ് കേട്ടോ. ചീനവലപ്പാലം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു അന്യായ വ്യൂ ആണ് കേട്ടോ. നല്ല രസമാണ് ഇത്. ഇതുപോലെ 2 or 3 പാലങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിന് മുകളിൽ കയറി ഇന്ന് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അതുപോലെ ഗൈസ്, ഇവിടെ വാട്ടർ മെട്രോ ഓപ്ഷൻ കൂടാതെ ഒരുപാട് പ്രൈവറ്റ് ബോട്ടുകളുണ്ട് കേട്ടോ. ഈവനിങ് ഒക്കെ ആകുമ്പോൾ സഞ്ചാരികളെയും കൊണ്ട് ഈ കാണുന്ന കായൽ നിറച്ച് ബോട്ടുകളായിരിക്കും. അതുപോലെ സ്പീഡ് ബോട്ടുകൾ അവൈലബിൾ ആണ് ഇവിടെ. 100 മുതൽ 200 രൂപ വരെയാണ് കേട്ടോ ഈ ബോട്ടിൽ നമുക്കൊന്ന് യാത്ര ചെയ്യണമെങ്കിൽ ഇവർ ഈടാക്കുന്നത്. അതായത് ഈ ചെറിയ ബോട്ടുകൾ 20 മുതൽ 25 ആളുകൾ വരെ ഒന്നിച്ചു പോകാൻ സാധിക്കും. വലിയ വലിയ ബോട്ടുകളും ഉണ്ട്. മറൈൻ ഡ്രൈവിൽ നമ്മൾ ചെറിയൊരു ഈവനിങ് ബോട്ട് സഫാരിക്കാണ് പോകുന്നത്. അങ്ങനെ ഏതായാലും കേസ് ഞങ്ങളും ഒരു 200 രൂപ കൊടുത്ത് ഒരു ബോട്ടിങ് നടത്താൻ തീരുമാനിച്ചു. ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറി ബോട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇഷമോളി വെള്ളവും ചുറ്റുമുള്ള ബോട്ടും ഒക്കെ കണ്ട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ബോട്ട് പതിയെ മൂവ് ചെയ്തു തുടങ്ങി. ചുറ്റും മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. കാഴ്ചകളേക്കാൾ ഉപരി ഈ കായലിൽ നിന്നും ഈ കടലിൽ നിന്നും ഒക്കെ വരുന്ന ചെറിയ തണുത്ത കാറ്റുകളുണ്ട്. ആ കാറ്റ് കൊണ്ട് ഇങ്ങനെ ഈ ബോട്ടിലിരുന്ന് പോകാനുണ്ടല്ലോ, ഭയങ്കര ഒരു സുഖമാണ്. ശരിക്കും നമ്മൾ പറഞ്ഞാൽ ഇതിലിരുന്ന് ഉറങ്ങിപ്പോവും. അത്രത്തോളം ഒരു ഫീലിങ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിലിരുന്ന് ഇങ്ങനെ പോകുമ്പോൾ. നമ്മളിങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരുപാട് ബോട്ടുകൾ സർവീസ് നടത്തുന്നത് നിങ്ങൾക്ക് കാണാം. കാരണം അത്രയ്ക്കും ആൾക്കാർ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഏതായാലും ഇഷമോൾ ഹാപ്പി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു തുരുതുരാ ഉമ്മയൊക്കെ തരുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് ഏതായാലും ആള്. അതുപോലെ നമ്മൾ ഈ ബോട്ടിൽ പോകുമ്പോൾ ഇതിന് ചുറ്റും വലിയ വലിയ ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ സാധിക്കും. കൂടുതലായിട്ടും ഫ്ലാറ്റുകളും അപ്പാർട്ട്മെൻറ്റുകളുമാണ് കേട്ടോ. അത്യാവശ്യം ലക്ഷറി ആയിട്ടുള്ള ഫ്ലാറ്റുകളും അപ്പാർട്ട്മെൻറ്റുകളുമാണ് ഇതിന് ചുറ്റുമുള്ളത്. അതുപോലെ ഗൈസ്, നിങ്ങളീ കാണുന്ന സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോട്ടൽ ലുലു ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥയിലുള്ള ഹോട്ടലാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ബോൾഗാട്ടി പാലസ് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് ബോൾഗാട്ടി പാലസ്. വളരെ ചരിത്രപ്രസിദ്ധമായ ഒരു പാലസാണ് കേട്ടോ ഇത്. ഒരുപാട് സിനിമകളിൽ ഈ പാലസ് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വെള്ളി നക്ഷത്രം, വിണ്ണൈത്താണ്ടി വിരുവ, നിറക്കൂട്ട്, അങ്ങനെ ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുണ്ട് ഈ കൊട്ടാരം. 1744 ഡച്ചുകാർ പണി കഴിപ്പിച്ച കൊട്ടാരമാണ് കേട്ടോ ഇത്. ഡച്ച് ഗവർണറുടെ ഔദ്യോഗിക വസതി കൂടിയായിരുന്നു ഇത്.
പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത് മോടി കൂട്ടി പുതുക്കി പണിതു. ഇപ്പോൾ ഈ കൊട്ടാരം KTDC ഏറ്റെടുത്ത് ഹോട്ടലായി നടത്തുകയാണ്. നിങ്ങൾക്ക് ഇവിടെ റൂമൊക്കെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് വന്ന് ഇവിടെ സ്റ്റേ ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ അങ്ങ് ദൂരത്തായി കാണുന്ന ആ പാലമാണ് ഗോശ്രീ പാലം. വല്ലാർപാടം, ബോൾഗാട്ടി, വൈപ്പിൻ എന്നീ 3 സ്ഥലത്തേക്ക് പോകാനുള്ള ബ്രിഡ്ജാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ 3 ബ്രിഡ്ജുകളുണ്ട്. അതിൽ രണ്ടാമത്തെ ബ്രിഡ്ജാണ് നിങ്ങൾ ഈ കാണുന്നത്. വല്ലാർപാടത്തേക്ക് ഈ കണ്ടെയ്നറൊക്കെ കൊണ്ടുപോകുന്നതും വരുന്നതും ഒക്കെ ഈ ബ്രിഡ്ജ് വഴിയാണ്. ഗൈസ്, ഇനി നമ്മൾ പോകുന്ന വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിനടുത്തേക്കാണ്. ഈ കാണുന്നതാണ് വല്ലാർപാടം ടെർമിനൽ. ഒരുപാട് കണ്ടെയ്നർ നിങ്ങൾക്ക് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതൊക്കെ ഷിപ്പിൽ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കുന്നതാണ് കേട്ടോ. ഈ കാണുന്ന സ്ഥലത്ത് നിന്നാണ് കേട്ടോ കേരളത്തെ എല്ലാ ജില്ലകളിലും കണ്ടെയ്നറുകൾ എത്തിക്കുന്നത്. അതുപോലെ ഈ കാണുന്ന സ്ഥലത്താണ് ഗൈസ് ഷിപ്പ് വന്ന് നങ്കൂരമിട്ട് നിൽക്കുക. ഇവിടെ അത്യാവശ്യം വലിയ ആഴമുള്ള സ്ഥലമാണ്. 10 ലക്ഷത്തിന് മുകളിൽ കണ്ടെയ്നറുകൾ ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ഗൈസ്, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കപ്പൽ ചാലുകൾ നമുക്ക് കാണാം. ഇവിടെ വരെ കപ്പലുകൾ വരുള്ളൂ, കാരണം ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കില്ല. കാരണം ഇവിടെ ആഴം വളരെ കുറവാണ്. ഈ കാണുന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെ വരെ കപ്പലുകൾക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ കാണാൻ പറ്റും അവിടെ ഒരുപാട് കപ്പലുകൾ നങ്കൂര വിട്ടിരിക്കുന്നത്. കപ്പലിൽ കൊണ്ടുവന്ന ചരക്കുകളൊക്കെ അവിടെ പോയിട്ട് ചെറിയ ബോട്ടുകളും ഷിപ്പുകളും ഒക്കെ പോയി അവിടെ നിന്ന് കളക്ട് ചെയ്ത് തിരിച്ചിങ്ങോട്ടേക്ക് വരികയാണ് ചെയ്യുന്നത്. അതുപോലെ ഇതിനോട് ചേർന്ന് ഒരുപാട് ചൈനീസ് ഫിഷിംഗ് വലകൾ കാണാൻ പറ്റും കേട്ടോ. ഇത് മൊത്തം ചൈനീസ് ഫിഷിംഗ് വലകളാണ്. ഇതുപയോഗിച്ച് ഇവിടെ ഒരുപാട് ആൾക്കാർ മത്സ്യബന്ധനം നടത്താറുണ്ട്. അതുപോലെ ഗൈസ്, നമുക്കിവിടെ 2-3 ചെറിയ ചെറിയ തുരുത്തുകൾ കാണാൻ പറ്റും. ആ തുരുത്തിൽ നിറയെ ഒരുപാട് പക്ഷികളുണ്ട് കേട്ടോ. ഈ പറക്കുന്നതാണ് സൈബീരിയൻ ബേർഡ്സ് ഗൈസ്. ഇവിടെ ഈ കുഞ്ഞു കുഞ്ഞു തുരുത്തുകളിലൊക്കെ ഇതുപോലെ സൈബീരിയൻ ബേർഡ്സ് ഒരുപാടുണ്ട്. ഈ പോകുന്നതാണ് കടലിലെ മണൽ മാറ്റി ആഴം കൂട്ടുന്ന ഷിപ്പുകൾ. നമ്മൾ ഈ കപ്പൽ ചാലൊക്കെ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ഷിപ്പുകളാണ് ഈ പോകുന്നത്. അതുപോലെ ഈ പോകുന്നത് ഇവിടുത്തെ ഗവൺമെൻറ് ഷട്ടിൽ സർവീസ് നടത്തുന്ന ബോട്ടാണ് ഗൈസ്. ഇവിടെ നിന്ന് മറുകരയിലേക്ക്, അതായത് മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചിയൊക്കെ ഭാഗത്തേക്ക് ആൾക്കാരെയും കൊണ്ട് പോകുന്നതാണ്. എല്ലാ 10-15 മിനിറ്റ് ഗ്യാപ്പിലും ഈ ബോട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്കുണ്ട്. വളരെ തുച്ഛമായ പൈസയുള്ളൂ. നിങ്ങൾക്ക് ഇതിലും കയറി വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇവിടുന്ന് നിങ്ങൾക്ക് ഫോർട്ട് കൊച്ചി കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത ശേഷം നിങ്ങൾക്ക് ഈ ബോട്ടിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്താൻ പറ്റും. അതുപോലെ നിങ്ങൾക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അനുഭവം കൂടിയായിരിക്കും.
അങ്ങനെ ഗെയ്സ് നീണ്ട 1 മണിക്കൂറത്തെ കറങ്ങലിന് ശേഷം നമ്മൾ തിരിച്ച് വീണ്ടും ഇവിടെ മറൈൻ ഡ്രൈവിലേക്ക് എത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് അത്യാവശ്യം ഒരു വർത്താണിത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എറണാകുളത്തൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെ നിങ്ങൾ ഫാമിലിയായിട്ടൊരു ഔട്ടിങ്ങിനൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ എറണാകുളത്തെ മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു ബോട്ട് സഫാരി കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും എന്തായാലും മസ്റ്റ് ആയിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യണം. പിന്നെ ഈ ബോട്ട് സഫാരിയൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇഷമോക്കും ഇഷ്ടപ്പെട്ടു. നമുക്ക് അടുത്ത പ്രാവശ്യം അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ വിലയേറിയ കമൻറ്റുകൾ മെൻഷൻ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലത്തെ വിശേഷമായി കാണാം. ബൈ ബൈ.